സഹൃദയരായ വിശ്വാസ സമൂഹത്തിന് സ്നേഹവന്ദനം. പോയ വർഷങ്ങളിൽ ബൈബിൾ നാടകങ്ങൾ സമ്മാനിച്ച കൂട്ടായ്മയുടെ സ്വന്തം പ്രീച്ചിങ് മിനിസ്ട്രി ഇതാ നിങ്ങൾക്കായി ഒരു ഹ്രസ്വ സാമൂഹിക നാടകം സമ്മാനിക്കുന്നു. ചിരപരിചിതമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും നന്മയുടെ നെയ്ത്തിരി തേടുന്ന പച്ചയായ കുറെ മനുഷ്യരുടെ കഥ. ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുമറന്ന വ്യക്തിത്വങ്ങളിലേക്ക്, ഒരു പക്ഷേ നമ്മളിലേക്ക് തന്നെ തിരിച്ചുപിടിച്ച യാഥാർത്ഥ്യങ്ങളുടെ കണ്ണാടി. ഭൗതികതയുടെ ഭീകരത വിഴുങ്ങിയ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വെള്ളി വെളിച്ചം വീശുന്ന സുവിശേഷത്തിന്റെ തീയായി SHCF സവിനയം സമർപ്പിക്കുന്നു മത്തായിയുടെ സുവിശേഷം. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. സമരം ചെയ്യും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും. സിന്ദാബാ 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 പ്രതിഷേധ സമരം സിന്ദാബാ പ്രതിഷേധ സമരം സിന്ദാബാ 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 പ്രതിഷേധ സമരം സിന്ദാബാ പ്രതിഷേധ സമരം സിന്ദാബാ. തോറ്റിട്ടില്ല 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 തോറ്റ ചരിത്രം കേട്ടിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും. സിന്ദാബാ 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 പ്രതിഷേധ സമരം സിന്ദാബാ പ്രതിഷേധ സമരം സിന്ദാബാ 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 പ്രതിഷേധ സമരം സിന്ദാബാ പ്രതിഷേധ സമരം സിന്ദാബാ. തോറ്റിട്ടില്ല 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 തോറ്റ ചരിത്രം കേട്ടിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും. സിന്ദാബാ 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 പ്രതിഷേധ സമരം സിന്ദാബാ. എടോ ഗോവിന്ദ, പഞ്ചായത്ത് മെമ്പറായി നിന്ന് തോറ്റ സനലല്ലേ ആ നേതാവ്? അതേ മത്തായി ചേട്ടാ, ആ അന്തപ്പന്റെ മോൻ സനല് തന്നെ. അത് അപ്പോ അവൻ വിളിച്ച മുദ്രാവാക്യം ശരിയാ കേട്ടോ. തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. എന്റെ മത്തായി ചേട്ടാ, ഇവിടെ തോറ്റാൽ എന്താ, അടുത്ത MLA സ്ഥാനാർത്ഥിയാണെന്നാ കേട്ടത്. ആണോടോ തോമസേ? ഓ, ഇവന് വേറെ പണിയില്ലേ? അല്ല, ഇങ്ങടെ മോന്റെ ചങ്ങായി അല്ലേ സനല്? ഈ ജോനോട് ചോദിക്കും മാപ്പിളെ MLA സ്ഥാനാർത്ഥിയാ MP സ്ഥാനാർത്ഥിയാന്നോന്ന്. ഗോവിന്ദ, നിങ്ങളൊരു പയമ്പൊരി അടിക്കുന്ന നായര് മുയ്ത്ത നോക്കി പോരട്ട്. മൊയ്തോട്ടി, നീ പറഞ്ഞത് എന്റെ മോൻ രഞ്ജിയുടെ കാര്യമാ? രഞ്ജിയുടെ കൂട്ടുകാരനോ? ഏയ്, എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മോനാ അവൻ. കാശ് കളയുന്ന ഒരു പണിക്കും അവൻ പോകുകയില്ല. ജി വിശ്വസിക്കണ്ട മത്തായി മാപ്പിളെ, നമ്മള് പറഞ്ഞൂന്നേ ഉള്ളൂ. ഇത് എന്ത് പയമ്പൊരിയ നായര്, തീരെ കെൽപ്പില്ലല്ല. ചുമ്മാതല്ല പിള്ളേര് ഇതിനെ രതീജയെന്ന് വിളിക്കണത്. നിങ്ങളൊരു ചായ കൂടി തരീനി. ദേ മധുരല്ലാശം കൂടിയാലും പാലൊട്ടും കറിയണ്ടേട്ടാ. നിങ്ങൾക്ക് ഞാൻ പാലിൽ തേയിലയും പഞ്ചാരയും കുറുക്കി തരാം. ദേ കൊച്ചമ്മയും മോളും പള്ളിയിൽ പോവുകയാണെന്ന് തോന്നുന്നു. പള്ളിപ്പറമ്പിലോട്ടാവും പൊറിഞ്ചു, അല്ലാണ്ട് എവിടെ പോകാൻ? ആ ജിൻസച്ചന് ഒരു പണിയുമില്ലേ? ഒരു ധ്യാനപ്രസംഗം. ഏതാടേ ഈ പുതിയ ധ്യാനക്കാരൻ അച്ഛൻ? മുതലാളി, അത് ദാനിയേൽ പൂർണ്ണത്തിൽ വലിയ പ്രസംഗക്കാരനാ. അത് തിരുവനന്തപുരത്തുനിന്നാ. പന്തലും മൈക്കും കറണ്ടും ഇവർക്കുള്ള ശാപ്പാടും എല്ലാം കൂടി എന്തോരം കാശാ പൊടിക്കുന്നേ. എന്തായാലും കൊള്ളാം. അമ്മയും മോളും കൂടി പോകുക.
വെറുതെ കാശും സമയവും കളയാം. അങ്ങനെ പറയല്ലേ മത്തായി ചേട്ടാ. ആ ചേച്ചിയുടെയും മോളുടെയും പ്രാർത്ഥനയാ കർത്താവ് ചേട്ടന് തന്ന ഈ ഐശ്വര്യം. ഫു, എന്ത് പ്രാർത്ഥന! വാഴയ്ക്ക എന്റെ അധ്വാനവും കഴിവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ ഇതൊക്കെ. ഒരുത്തിയും ഹല്ലേലൂയ പറഞ്ഞ് എന്റെ പോക്കറ്റിൽ ഇട്ടു തന്നിട്ടില്ല. നീ ഉൾപ്പെടെ എനിക്ക് തരാനുള്ള കാശൊക്കെ ആകാശത്തു നിന്ന് കർത്താവ് ഇട്ടു തന്നതല്ലോ. ആണോ? നിനക്കൊക്കെ ഈ കുന്നുമേൽ മത്തായി തന്നതല്ലേ? ഓരോ മടിയന്മാർ ഇറങ്ങിക്കൊള്ളും. അധ്വാനം നമുക്കും ക്രെഡിറ്റ് കർത്താവിനും. ഗോവിന്ദ, നീ ഒരു ചായ താ കേട്ടോ. മധുരം വേണ്ട. എനിക്ക് മധുരം വേണം ചേട്ടാ. ഒരു വടയും കൂടി ആകാമായിരുന്നു. ഒരു വടയെങ്കിലും വാങ്ങിക്കോട് ചേട്ടാ. എന്റെ കാശ് കൊണ്ട് നീ എങ്ങനെ ബിസിനസ് കൊഴിപ്പിക്കണ്ട കേട്ടോ. കഴിപ്പൊക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് മതി. ദേ നമ്മുടെ രഞ്ജിമോ വരുന്നു. ഹേയ് പറഞ്ചൂസ്, എന്താ പരിപാടി? പെരുവ് തുടങ്ങിയാ? ഹായ് അപ്പ. ഡാ, നിനക്കെന്താ രാഷ്ട്രീയക്കാരൻ സല്ലുമായ ഒരു ഇടപാട്? ഏയ് ഇടപാടൊന്നുമില്ലപ്പാ. പിന്നെ ഇത്തിരി രാഷ്ട്രീയമൊക്കെ നമ്മുടെ ബിസിനസ്സിനും ഗുണമല്ലേ? എന്തായാലും നീ വന്നതല്ലേ, പൊറിഞ്ചുവിൻ്റെ കൂടെ പോയി ആ പലിശയൊക്കെ കളക്ട് ചെയ്യേ. നീ ചായ കുടിക്കുന്നോ? നോറ്റി കമോൺ, നോട്ടി പറഞ്ചൂസ്. ചായ കുടിച്ചാൽ മതിയാ, നമുക്ക് ചെറുതർണം അടിക്കണ്ടേ? ഗുച്ച് കള്ളൻ, ലെറ്റ്സ് ഗോ. അല്ല, മത്തായി ചേട്ടന്റെ മൂത്ത മോൻ എവിടെ? ഓ, അവന്റെ കാര്യം പോക്കാ. തള്ളക്കോളം വന്നേ. ഇങ്ങനെയുള്ള പണിയൊന്നും അവന് പറ്റുകയില്ലാന്ന്. പലിശ വാങ്ങുന്നത് വലിയ പാപമാണത്രേ. വകയ്ക്ക് കൊള്ളാത്തവൻ. ആ പള്ളിപ്പറമ്പിൽ കാണും പേട്ട തേങ്ങ. അങ്ങനെ പറയല്ലേ ചേട്ടാ, അവൻ നല്ല ചെക്കനാ. തോമസേ, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. അവനൊരു വലിയ പുണ്യാളൻ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശും അതിന്റെ പലിശയും എപ്പ തരും? എപ്പ തരുമെന്ന് ഞാനൊന്നും കേട്ടതുമില്ല പറഞ്ഞതുമില്ല എന്റെ മത്തായി ചേട്ടാ. ഞാൻ പള്ളിയിലേക്ക് പോകുക. കർത്താവേ, ഇങ്ങനെയുണ്ടോ ക്രിസ്ത്യാനികള്? എന്നാ ഗോവിന്ദൻ ചേട്ടാ. ചെല്ല് ചെല്ല്, പള്ളിയിലോട്ട് ചെല്ല്. ഇപ്പൊ കിട്ടും കൊറേ ഭക്തിക്കാര്. നിങ്ങൾക്ക് എന്തിന്റെ കേടാ മാപ്പിളെ? ഒന്നും അല്ലേലും ചെറു നസ്രാണിയല്ലേ? ദേ നിങ്ങളുടെ മൂത്ത മോൻ ബെഞ്ചമിൻ വരണു. ഉള്ളത് പറയാല, ഓ ഇങ്ങടെ കൂട്ടല്ല, മനസാസി ഉള്ളവനാ. അവനെ പറയിപ്പിക്കാനുണ്ടായ സന്താനം. മൊയ്തൂട്ടി, നീ കാശ് എൻ്റെ കയ്യിൽ കടം വാങ്ങിക്കാത്തതിന്റെ അഹങ്കാരമാ. നീ എൻ്റെ അടുത്ത് വരും. അപ്പനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൻ ഫോൺ കട്ട് ചെയ്തു. എന്നതാ? നീ കാര്യം പറ. എനിക്കൊരു വിസ കിട്ടിയപ്പാ. നമ്മുടെ വികാരി അച്ഛനില്ലേ, അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിലാ. അപ്പോൾ നാട്ടിലെത്തണ്ടൽ തീർന്നു. ശമ്പളമൊക്കെ ഉണ്ടോ? അതോ അച്ഛൻ പള്ളിക്കാരികൾക്ക് അയക്കുന്നതാണോ? തരക്കേടില്ലാത്ത സാലറി ഉണ്ടാവുമെന്നാ അച്ഛൻ പറഞ്ഞേ. സൗദിയിലാ. സൗദിയിലാണോ? അപ്പൊ ഇനി പള്ളിയില്ല, പട്ടക്കാരനുമില്ല. നന്നായി നന്നായി, അത് നന്നായി. എന്നാ വർത്തമാനാ ചേട്ടാ? ആ കുഞ്ഞൊരു നല്ല വർത്തമാനം പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? നിനക്ക് നല്ലത് വരും മോനെ. ഒരു ചായ എടുക്കട്ടെ? വേണ്ട ചേട്ടാ. അപ്പാ, ഞാൻ ധ്യാനത്തിന് പോകുക. കണക്കാടോ, സമ്പാദിക്കാൻ അറിയാത്ത പൊട്ടൻ. എവിടെ പോയാലും ഗതി പിടിക്കത്തില്ല. ഞാൻ പണ്ടേ അവനെ എഴുതി തള്ളിയതാ. എവിടെങ്കിലും പോകട്ടെ, അത്രയും വീട്ടിലോ കുറയും. ഡോ, ഞാൻ പോകുക. നീ ആ ചായക്കാശ് പലിശയിൽ കുറച്ചേ. നിങ്ങളുടെ ചായക്കാസും പോയി. റബ്ബേ, എന്തും മനുഷ്യനാടോ. ഇങ്ങേര് കുന്നേമത്തായി അല്ല, പിസുക്കമ്മത്തായിയാ. പിസുക്കമ്മത്തായി. പിശുക്കൻ മത്തായി കൂയ്.
എനിക്ക് വയ്യ മോളെ അച്ചായനോട് ഇത് പറയാൻ. പേടിയാവുക. നിനക്കറിയാലോ അപ്പന്റെ സ്വഭാവം എന്താ എപ്പോഴാന്ന് ഒന്നും പറയാൻ പറ്റുകയില്ല. ഒളിച്ചോടുന്ന കാര്യമൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ. പിന്നെന്താ അമ്മയ്ക്ക് പറഞ്ഞാൽ? എനിക്കും വിഷമമുണ്ട് മോളെ. നിനക്കറിയാലോ നിന്റെ ചേട്ടായി ഗൾഫിലേക്ക് ഇപ്പൊ പോയതേ ഉള്ളൂ. അമ്മയ്ക്കൊരാശ്വാസമായിരുന്നവൻ. ഇനി നീയും കൂടി പോയാൽ എനിക്കാരാ? എങ്കിലും ദൈവഇഷ്ടമായതുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ. പക്ഷേ നിന്റെ അപ്പൻ സമ്മതിക്കില്ല, എനിക്കുറപ്പാ. ഫിലിപ്പോസേ, നിന്നോട് മുതൽ ഞാൻ ചോദിച്ചില്ലല്ലോ. പലിശ മുടങ്ങിയ ഞാൻ സഹിക്കുകയില്ല. ഒരു ദിവസത്തെ അവധി കൂടി തരാം. നാളെ എൻ്റെ മോൻ രഞ്ജി അവിടെ വരും. മക്കൾക്ക് അസുഖം വരുന്നത് പുതുമയുള്ള കാര്യമല്ലല്ലോ ഫിലിപ്പോസേ. ഹോസ്പിറ്റലെങ്കിൽ ഹോസ്പിറ്റൽ. അവൻ വരും, പലിശ കൊടുത്തു വിടണം. അത്രയേ ഉള്ളൂ. അമ്മയും മോളും എന്താ ഒരു ചർച്ച? ദേ, മോൾക്ക് നിങ്ങളോടൊരാഗ്രഹം പറയണമെന്ന്. നിങ്ങൾ എതിരൊന്നും പറയല്ലേ, അവൾ നമ്മുടെ കുഞ്ഞല്ലേ. എന്താ കുട്ടി ഡോക്ടറെ, ഉപരിപഠനമാണോ മോഹം? ഒത്തിരി കാശ് ചെലവായി, ഇനി വേണോ? അപ്പ, ഞാൻ മഠത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പൻ അനുവദിക്കണം. കണ്ണൻ തരവ് പറയുന്നോ? ഇത്രയും രൂപ മുടക്കി പഠിപ്പിച്ചത് കണ്ടവർക്ക് സേവനം ചെയ്യാനാ? അപ്പ, ഇതെന്റെ ആഗ്രഹമാണ്. ഏറെ ആലോചിച്ചെടുത്ത തീരുമാനം. ആര് തീരുമാനിച്ചു? സമ്മതിക്കല, ഞാൻ സമ്മതിക്കല. ഞാൻ മുടക്കിയ കാശ്, എന്റെ സ്വപ്നങ്ങൾ, ആശുപത്രി കെട്ടിടം, രാഷ്ട്രീയ ബന്ധമുള്ള ഒരു വിവാഹം എല്ലാം തുലയ്ക്കാൻ ഞാൻ സമ്മതിക്കല. അവൾ അങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യാനാ ചായ? മറ്റൊന്നിനുമല്ലല്ലോ, ദൈവവേലയല്ലേ അവൾ ആഗ്രഹിച്ചത്. നീ മിണ്ടരുത്. നീയാ ഇവളെ ഇങ്ങനെയൊക്കെ ആക്കിയത്. പള്ളി പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് വഷളാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. പൊക്കോണം, ഒറ്റ കീറ് വെച്ചു തരും ഞാൻ. അപ്പ, അമ്മയൊന്നും പറയണ്ട. അമ്മ പോലും ഇപ്പോഴാ അറിഞ്ഞത്. ആ കന്യാസ്ത്രീകളും അച്ഛനും ഒക്കെ ആയിട്ടുള്ള കളിയാ. പഠിക്കാൻ മിടിക്കാന്ന് കരുതി എല്ലാം സമ്മതിച്ചിരുന്നു നീ കരുതണ്ട. അപ്പൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ തീരുമാനത്തിൽ നിന്ന് മാറാൻ സാധിക്കില്ല. കർത്താവിന്റെ മണവാട്ടിയായി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓഹോ, അങ്ങനെയെങ്കിൽ എനിക്കിങ്ങനൊരു മകളില്ല. മത്തായി ചേട്ടാ, നിങ്ങൾ എന്തിനാ എങ്ങനെ ശോഭിക്കുന്നേ? മകൾ തെരഞ്ഞെടുത്ത വഴി നമുക്ക് അഭിമാനിക്കാവുന്നതല്ലേ? അച്ഛോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സഭയ്ക്ക് കന്യാസ്ത്രീകളെ വേണമെങ്കിൽ വല്ല പാവപ്പെട്ട വീട്ടിൽ പോയി നോക്ക്. ഡോക്ടർ പഠിച്ച കൊച്ചാ. ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ചത് കന്യാസ്ത്രീയായി തെണ്ടി ചുമ്മാ നടക്കാനല്ല. അച്ഛൻ അവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. സന്യാസത്തിലേക്കുള്ള ഓരോ വിളിയും ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നെടുക്കുന്ന തീരുമാനമാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മത്തായി ചേട്ടാ, മഞ്ജു എടുത്ത തീരുമാനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനല്ലാതെ മറുതലിക്കാൻ നമുക്കൊരു അവകാശവുമില്ല. മത്തായി ചേട്ടാ, നിങ്ങൾ കരുതുന്നത് പോലെ ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമല്ല ഞങ്ങൾ കന്യാസ്ത്രീകൾ. ദൈവത്തിൻ്റെ കൈകളാകാൻ മഞ്ജുവിനെ പോലെ സ്വയം തീരുമാനിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാം എനിക്കറിയാം. ഇതെല്ലാവരും കൂടെ ഉള്ള ഒത്തുകളിയാ. അപ്പ, അങ്ങനെയൊന്നും പറയരുത്. ഇതെന്റെ തീരുമാനമാണ്. അപ്പൻ എന്ത് പറഞ്ഞാലും അത് മാറുകയുമില്ല. മതി, നിനക്കിനി പടിയിറങ്ങാം. എനിക്കിങ്ങനൊരു മകളില്ല. എന്റെ ഒരു തരി സ്വത്തിനും അവകാശവുമില്ല. എനിക്ക് സമ്പത്തൊന്നും വേണ്ട. എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളുമാണ് എൻ്റെ ഭൗതിക സമ്പത്ത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭാരമാവുകയുമില്ല. എന്നെ പോകാൻ അനുവദിക്കണം. സഹൃദയരായ വിശ്വാസികളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം
21 തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കാലം ആർക്കു വേണ്ടിയും കാത്തിരിക്കാതെ പൊയ്ക്കൊണ്ടേയിരുന്നു. സമ്പാദ്യത്തിൻ്റെ പുതിയ മാനങ്ങൾ തേടി മത്തായിയും മാറാത്ത വിശ്വാസവുമായി മറിയാമ്മയും ജീവിതത്തിൻ്റെ പുതിയ പാതകളിൽ അവരുടെ മക്കളും സഞ്ചരിച്ചു. രാഷ്ട്രീയ സമവാക്യങ്ങൾ തെറ്റിനും കുറ്റങ്ങൾക്കും വഴിമാറിയ നമ്മുടെ നാട്ടിൽ രാഷ്ട്ര സേവനമെന്നത് സമ്പാദ്യത്തിൻ്റെ മാർഗം മാത്രമായി അധപ്പതിച്ച ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം വരുമാനമാർഗമാക്കുവാൻ മത്തായിയും മകനും തീരുമാനിക്കുന്നു. കാലുവാരലിൻ്റെയും വിശ്വാസവഞ്ചനകളുടെയും ചതിക്കുഴികളുടെയും ചതുരംഗ കളികളിൽ മത്തായിയുടെ ശേഷിച്ച വിശ്വാസവും തകർന്നടിഞ്ഞു. അധികാരമോഹവും അത്യാഗ്രഹവും പാപബോധത്തിനു മുകളിൽ തിന്മയുടെ കരിമ്പടം ഇരുട്ടായി മൂടിയപ്പോൾ ദൈവദാനങ്ങളെയും ദൈവത്തെ തന്നെയും മത്തായി മറന്നു. പോലെ നമ്മുടെ ശിരസ്കനായി നീചനും നിന്ദിക്കപ്പെട്ടവനുമായി തലകുലിച്ചു നിന്നത് കുർബാനയാവാനാണ്. കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് പ്രഭാഷകന്റെ പുസ്തകം 40 അധ്യായം 13 തിരുവചനം ഇപ്രകാരം പറയുന്നു: അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും, ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. അനേകം തിരുവചനങ്ങളും ജീവിതാനുഭവങ്ങളും കൺമുന്നിൽ കണ്ടിട്ടും മത്തായിമാരായി ജീവിക്കുന്നവരുടെ മുൻപിൽ കാലം ഒരുക്കി വച്ച അനിവാര്യമായ തോൽവിയുമായി അഭിനവ മത്തായിയുടെ സുവിശേഷം തുടരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മുതലാളി, ഈ രാഷ്ട്രീയം നമുക്ക് പറ്റില്ല എന്ന്. തെറ്റുപറ്റി പൊറിഞ്ചു. മകന്റെ വാക്ക് കേട്ട് സമ്പത്ത് വാരിക്കൂട്ടാൻ ഇറങ്ങിയത് വലിയ അബദ്ധമായിപ്പോയി. എന്തോരം കാശാണ് തീർന്നത്. എന്നിട്ടോ നമ്മുടെ കുഞ്ഞ് തോറ്റുപോയല്ലോ. 100% വിജയമെന്നും ജയിച്ചാൽ 5 കൊല്ലം കൊണ്ട് കോടികൾ ഉണ്ടാക്കാമെന്നും ഒക്കെ കേട്ട് ഞാൻ വീണുപോയിടോ. സ്വന്തം പാർട്ടിക്കാർ തന്നെ കാല് വാരിയതാ. പാർട്ടി പ്രവർത്തകരെ വെക്കാതെ കാശുകാരെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് അന്നേ പരക്കെ പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞവരെയൊക്കെ അനുനയിപ്പിക്കാൻ എന്തോരം ലക്ഷങ്ങൾ നമ്മൾ കൊടുത്തിടോ പൊറിഞ്ചു. എല്ലാം പോയില്ലേ. അപ്പാ, ആ സനൽ അവനാണ് നമ്മളെ ചതിച്ചത്. പാർട്ടി അവനെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. തോറ്റത് രജിസാറല്ല, നമ്മുടെ പാർട്ടിയാ. ഇതിന് പ്രതികാരം ചെയ്തിരിക്കും. കായിക ബലം കൊണ്ടും രാഷ്ട്രീയപരമായും നമ്മൾ പ്രതികാരം ചെയ്തിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ രജിസാർ സ്ഥാനാർത്ഥിയാകും. നമ്മൾ ജയിക്കും. ഇനി ഞാൻ ഒന്നിനുമില്ല റെഞ്ചി. എൻ്റെ സമ്പാദ്യത്തിൻ്റെ 3/4 പങ്കും ഈ ഇലക്ഷനോട് തീർന്നു. കണ്ടവൻ്റെ കയ്യിലിരിക്കുന്ന ചില്ലറ പലിശക്കാശും ഈ വീടുമല്ലാതെ അപ്പൻ്റെ കയ്യിലൊന്നുമില്ലടാ. അപ്പോൾ ഫ്ലെക്സിന്റെ കാശും കൊട്ടിക്കലാശത്തിന് മുടക്കിയതുമൊക്കെ എങ്ങനെ കൊടുക്കും? നീ ഒന്നും മിണ്ടാതിരി. അപ്പൻ്റെ അവസ്ഥ കണ്ടില്ലേ? റെഞ്ചി, നീ ഇങ്ങുവാ. ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യ്. കുന്നേൽ മത്തായി ആർക്കും കടക്കാരനാകണ്ട. അപ്പാ, നിവർത്തികേട് കൊണ്ടാണ് ഞാനിത് വാങ്ങുന്നത്. എൻ്റെ പക്കൽ ഒന്നുമില്ലപ്പാ. മുതലാളി, എൻ്റെ നല്ല പ്രായത്തിൽ നിങ്ങളോട് കൂടെ കൂടിയതാ ഞാൻ. നിങ്ങളെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല.
എനിക്കിത് സഹിക്കുന്നില്ല. വയ്യടോ, വയ്യ. എവിടൊക്കെയോ എനിക്ക് തെറ്റുപറ്റി. കടിഞ്ഞൂൽ പുത്രൻ ബെഞ്ചമിൻ എൻ്റെ വഴിക്ക് വരാത്തത് കൊണ്ട് ഞാൻ അവനെ തള്ളിക്കളഞ്ഞു. സ്നേഹിച്ചു വളർത്തിയ പൊന്നുമോളെ നിഷ്കരണം ഞാൻ ഇറക്കി വിട്ടു. ശരിയെന്ന് കരുതിയ മകന്റെ വാക്ക് കേട്ട് സകല സമ്പത്തും പോയി. തോറ്റുപോയടോ, തോറ്റു. ഞാൻ തോറ്റുപോയടോ. മുതലാളി, മുതലാളി, കൊച്ചമ്മേ, കൊച്ചമ്മേ, ഓടി വായോ. എന്താ എന്ത് പറ്റി? എന്ത് പറ്റി ചായ? ചായ എന്ത് പറ്റി? കണ്ണു തുറക്ക ചായ, കണ്ണു തുറക്ക്. പറഞ്ഞു വണ്ടി എടുക്കണ ചായ, ചായ. അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ ലഘുനാടകം ഇവിടെ പൂർത്തിയാകുന്നു. നാടകത്തിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചവർ, കഥാപാത്രങ്ങളും അഭിനേതാക്കളും: കുന്നുമേൽ മത്തായി, ലിബോയ് സെബാസ്റ്റ്യൻ; മറിയാമ്മ മത്തായി, ഷംല പാട്രിക്; മഞ്ജു മത്തായി, ആൻമേരി തോമസ്; രഞ്ജി മത്തായി, അജി എൻ സാം; ബെഞ്ചമിൻ മത്തായി, ജെർസൺ; പൊറിഞ്ചു, റോയ് ആന്റണി; ഫാദർ ജിൻസ്, വിനോയ് ജോർജ്; കന്യാസ്ത്രീമാർ: ആൻഡ്രിയ ലിബോയ്, ആഗ്നസ് തോമസ്; ജീസസ്, സെബി ജോസഫ്; ഗോവിന്ദൻ, കിരൺ പി കുര്യൻ; മൊയ്തൂട്ടി, ജോഷി ജോർജ്; റപ്പായി, തോമസ്; തോമസ്, ഏബേൽ ജെയ്സൺ; രാഷ്ട്രീയക്കാരൻ സനൽ, ജസ്റ്റിൻ തോമസ്; രാഷ്ട്രീയ അണികൾ: ജോയ് ചാഴൂർ, ആന്റണി റിച്ചാർഡ്, ബിജു ജോസഫ്, മോൻസി ഡി ജോസഫ്, പാട്രിക് കളത്തിൽ; നഴ്സ് ജിൻസി ജോഷി. ബാലതാരങ്ങൾ: ജോഹാൻ സോജനും കൂട്ടുകാരും. പിന്നണി പ്രവർത്തകർ: രംഗപടം, കലാസംവിധാനം: ബിജു ജോസഫ്, പ്രിൻസ് ചൂരക്കാട്ട്; രംഗസജ്ജീകരണം: സോണി തരകൻ, സെബി ജോസഫ്; പശ്ചാത്തല സംഗീതം ആൻഡ് റെക്കോർഡിംഗ്: അജി എൻ സാം, ഇസ കമ്മ്യൂണിക്കേഷൻസ്; ചമയം: റെനി സോണി, രമ്യ ജോബിൻ; ഗതാഗതം: ജോസി ദാസ്; ശബ്ദവും വെളിച്ചവും: ജിജി മാത്യു, ബെജി തോമസ്. പ്രത്യേകം നന്ദി SSCF കമ്മിറ്റി: ബ്രദർ ജോൺസൺ തയ്യിൽ, ബ്രദർ ജസ്റ്റിൻ തോമസ്, ബ്രദർ സോണി തരകൻ, സിസ്റ്റർ സീന ജസ്റ്റിൻ. നാടകാവതരണം SSCF കൂട്ടായ്മ. സഹസംവിധാനം റോയ് ആന്റണി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം മോൻസി ഡി ജോസഫ്. പോവല്ലേ കർത്താവേ, ഇനി ഞാൻ നിന്റെ ഈശോയെ. പോവല്ലേ, എന്നെ ഇട്ടിട്ട് പോവല്ലേ. പ്ലീസ്
കർത്താവേ, കർത്താവേ, അങ്ങ് പോവല്ലേ പ്ലീസ്. അച്ചായ, അച്ചായൻ കണ്ണു തുറന്നോ? മക്കളെ, അപ്പന് ബോധം തെളിഞ്ഞടാ. ഓടിവാ. എന്റെ കർത്താവേ, അങ്ങേക്ക് നന്ദി. മറിയാമേ, നമ്മൾ സ്വർഗത്തിലെത്തിയോ? ഈശോയെ ഞാൻ കണ്ടു. ഈശോ പോയോ? ഈശോയോ? അച്ചായന് വെറുതെ തോന്നിയതാവും. സർജറി കഴിഞ്ഞതാ. അധികം അനങ്ങണ്ടാന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. സർജറിയോ? എനിക്കോ? ആഹാ, എന്നാ ഓർക്കോ അപ്പ ഇത്? അപ്പൻ എവിടെയാണെന്ന് അറിയുമോ? എൻ്റെ അച്ചായനൊരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞു. കർത്താവിൻ്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഓപ്പറേഷൻ നടത്തിയത് ആരെന്നറിയാമോ? അപ്പൻ്റെ ഈ കൊച്ചു ഡോക്ടറാ. പിന്നെ നമ്മുടെ ബെഞ്ചമിൻ മോനും വന്നിട്ടുണ്ട്. ഒരാഴ്ചയായി അപ്പൻ ഉണരുന്നതും കാത്ത്. ദേ, അവൻ ഇവിടെ തന്നെയുണ്ട്. എന്റെ പൊന്നു മോളെ, എന്തോരം ദ്രോഹമാണ് ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത്. എന്നിട്ടും നിങ്ങൾ ഈശോയെ, നീ വലിയവനാ. മോളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പൻ പാപിയ. എന്നിട്ടും ഈശോ ഇവിടെ വന്ന് എന്നോട് ഒത്തിരി വർത്തമാനം പറഞ്ഞു. എന്റെ നെഞ്ചിൽ തൊട്ട് പ്രാർത്ഥിച്ചു. എന്റെ നെറ്റിയിൽ ഇവിടെ മുത്തവും നൽകി. നമ്മുടെ ഈശോയ്ക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ അപ്പ. കർത്താവിന്റെ സ്നേഹത്തിന് പരിധികളില്ല. എന്റെ മോള് എന്നോട് പൊറുക്കണം. അപ്പ എന്തിനെന്നോട് ക്ഷമ ചോദിക്കുന്നേ? അന്നും ഇന്നും അപ്പൻ്റെ കുട്ടി ഡോക്ടറാ ഞാൻ. ദേ, ബെഞ്ചമിൻ ചേട്ടൻ. പൊന്നു മോനെ, അപ്പൻ നിന്നോട് ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ. നീയും എനിക്ക് മാപ്പ് തരണേ. അപ്പൻ എന്നതായി പറയുന്നേ? അപ്പൻ്റെ ദേഷ്യമൊക്കെ എനിക്ക് വാത്സല്യമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പൻ എന്നെ വിഷമിപ്പിക്കല്ലേ. അപ്പൻ അറിയാമോ, അപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കാത്ത കുർബാനകളില്ലായിരുന്നു എനിക്ക്. മോൻ എന്താ പറയുന്നേ? അതൊരു മുസ്ലിം രാജ്യമല്ലേ? അവിടെ കുർബാനയൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ അപ്പ, അവിടെയും അച്ഛനും കുർബാനയും ഒക്കെ ഉണ്ട്. അപ്പൻ ഈ അച്ഛനെ ഓർമ്മയുണ്ടോ? എനിക്ക് വിസ ഒരുക്കി തന്ന നമ്മുടെ ജിൻസ് അച്ഛൻ. അച്ഛനും ഇപ്പോൾ സൗദിയില. ഞങ്ങൾക്കവിടെ ഒരു തിരുഹൃദയ കൂട്ടായ്മയുണ്ട്. നൊവേനകളും വചന ക്ലാസ്സുകളും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. പിന്നെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കുന്ന കുറേ സഹോദരങ്ങളുമുണ്ട്. കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ടു. പാപിയായ എന്നെ കരുതിയ കർത്താവ് എത്രയധികമായി നിന്നെ കരുതും മോനെ. മോനെ, എനിക്ക് വേണ്ടി നടന്ന് ഭാവി കളഞ്ഞവനാ നിന്റെ ഈ അനിയൻ. ഇവനെയും നീ കൊണ്ടുപോയി രക്ഷപ്പെടുത്തണം. തീർച്ചയായും ദൈവം അനുഗ്രഹിച്ചാൽ പെട്ടെന്ന് തന്നെ അവനെയും ഞാൻ കൊണ്ടുപോകും. അച്ഛാ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛനെ ഉൾപ്പെടെ ഒരുപാട് അഭിഷിക്തരെ ഞാൻ അവഹേളിച്ചിട്ടുണ്ട്. പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എനിക്ക് മനസ്സ് തുറന്നൊന്ന് കുമ്പസാരിക്കണം അച്ഛൻ. മത്തായി ചേട്ടാ, പശ്ചാത്തപിക്കുന്ന പാപിയെ പ്രതി സ്വർഗം സന്തോഷിക്കുമെന്നാണ് തിരുവചനം. ചേട്ടനെ ഓർത്ത് സ്വർഗവും ഞങ്ങളും സന്തോഷിക്കുന്നു. ദൈവത്തോട് ആലോചന നടത്തി നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരുടെയും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് കാലം മത്തായി ചേട്ടന് കാണിച്ചു തന്നില്ലേ? ചേട്ടൻ്റെ കന്യാസ്ത്രീയായ ഈ മകൾ ഒരു സർജനായതും സകലതും നഷ്ടപ്പെട്ട മത്തായി ചേട്ടന് സമ്പത്തുള്ളൊരു മകനെ ഒരുക്കിയതും കർത്താവിൻ്റെ പദ്ധതിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അച്ഛാ, എല്ലാം എൻ്റെ കർത്താവിൻ്റെ കൃപ. അല്ല, ആരൊക്കെ ഇത്? എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടല്ലോ. മുതലാളിക്ക് ബോധം തെളിഞ്ഞെന്ന് കേട്ടപ്പോഴേ എല്ലാരും എന്റെ കൂടെ പോന്നു. എൻ്റെ മത്തായി ചേട്ടാ, ഒരാഴ്ചയായി നിങ്ങളില്ലാത്തതുകൊണ്ട് കവലയിൽ
ഒരു രസവും ഇല്ല. ഞങ്ങളെയൊക്കെ പരിഹസിക്കാനാണെങ്കിലും മത്തായി ചേട്ടൻ കവലയിലുള്ളത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് ജോറായി കവലിക്ക് ബെരിയും മാപ്പിളെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബൈക്ക് ഉണ്ടാക്കാൻ നിങ്ങളല്ലാണ്ട് വേറെ ആരിയ്ക്കണ്? ദോഷമല്ലാതെ ഒന്നും ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ല. കൂട്ടുപലിശ വാങ്ങി നിങ്ങളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലോ. ചേട്ടാ, നിങ്ങൾ ആരോഗ്യവാനായി തിരിച്ച് ഞങ്ങളോടൊപ്പം കവലയിൽ വരണം. അതാണ് ഞങ്ങളുടെ സന്തോഷം. പഴയ മത്തായി ആയിട്ടല്ല, ഒരു പുതിയ മനുഷ്യനായി ഞാൻ വരും. ഈ മത്തായിയുടെ പ്രായശ്ചിത്തം കുമ്പസാരത്തിന് മുൻപേ തുടങ്ങുന്നച്ചു. ഞാൻ കൊടുത്ത എല്ലാ വായ്പകളും ഞാൻ ഇളച്ചു കൊടുക്കുന്നു. ആരും ഒന്നും ഇനി തിരിച്ചു തരണ്ട. പടച്ചോനെ, ഞമ്മള് മയ്യത്തായേ. മൊയ്തൂട്ടി, നീ കളിയാക്കണ്ട. കുന്നുമ്മേൽ മത്തായി യഥാർത്ഥ നസ്രാണിയായിടോ. എനിക്ക് ബോധ്യമായി. ഈശോ സത്യമായിട്ടും അച്ചായൻ്റെ അടുത്ത് വന്ന് തൊട്ട് സൗഖ്യമാക്കിയതാ. അച്ഛാ, എനിക്കിനി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ചുങ്കക്കാരൻ മത്തായിൽ നിന്നും എനിക്ക് സുവിശേഷകൻ മത്തായിയായി മാറണം. ഇതാണ് സുവിശേഷം, ഇതാണ് ദൈവവിളി. സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ മാർഗമാണ് നമുക്ക് കാണിച്ചു തന്നത്. ഈ മാർഗം ഒരു ദാനമാണെന്നും വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ ഈ വിളിക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രത്യുത്തരം നൽകാൻ നമുക്ക് കടമയുണ്ടെന്നും നാം മനസ്സിലാക്കണം. ലേവിയെ തൻ്റെ ശിഷ്യനായ മത്തായി ശ്ലീഹ ആക്കിയെങ്കിൽ, നമ്മുടെ മത്തായി ചേട്ടനെ അവൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു ക്ഷണിച്ചുവെങ്കിൽ, നമ്മളെയും തമ്പുരാൻ വിളിക്കുന്നുണ്ട്. തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.